അപ്പോൾ ഗൈസ് ഈ കുറച്ച് പാത്രങ്ങളും കൂടി അമ്മേനെ ഈ പാത്രങ്ങൾ കൂടി ഞാൻ കൊണ്ട് കളയാൻ പോവാണ്. അല്ല അമ്മ എങ്ങനെ പോണാ പാത്രം കൊടുക്കാൻ. യെസ് നമ്മൾ ദോശക്കല്ല് വാങ്ങണം, ഒരു നമ്മളതിന് പോവാണ് ഗൈസ്. ഈ പാത്രങ്ങളൊക്കെ കൊടുത്തിട്ട് ഞാൻ അമ്മേനെ കൊടുത്തിട്ട് പുതിയ വല്ല സാധനങ്ങൾ വാങ്ങും. അമ്മേനെ കൊടുത്തൊന്നും കിട്ടില്ല. 5 രൂപ പാത്രങ്ങൾ കൊടുത്താൽ 7 രൂപ കിട്ടും. അമ്മേനെ കൊടുത്താൽ 5 രൂപ കിട്ടും. ഒന്നിനും കൊള്ളില്ല. അതിന് കുറെ കിട്ടും. ഉണ്ട നമ്മളിത് ആ ഓട്ടോറിക്ഷയാണ്. ഈ പാത്രത്തിന് പറ്റിയ ഓട്ടോറിക്ഷ പണിതുണ്ടായിരുന്നു. ആ ഓട്ടോറിക്ഷയാണ് ഇത് കേട്ടോ. ഈ ചേട്ടനാണ് ഓടിക്കുന്നത്. നമ്മുടെ അയ്യന്തോളത്തെ ഓട്ടോറിക്ഷ ആണ് കേട്ടോ. ഇതാ പാത്രക്കടയിലെത്തി. പാത്രം പിടിച്ചുകൊണ്ട് പോകും. ഓട്ടോറിക്ഷ വിളിക്കൂ. പാത്രക്കടയിലെത്തി. പാത്രം കൊടുക്കുന്നതിൻ്റെ സന്തോഷമാണ് എൻ്റെ അമ്മയുടെ മുഖത്ത് കാണുന്നത്. എന്തൊരു ശരി പാത്രം തട്ടണേ. കറുപ്പല്ല ചട്ടുക നമുക്ക് ഏതായാലും കുഴപ്പമില്ല. ഇത് ഇളക്കാനായിട്ട് മരത്തിന്റെ അത് മതിയില്ലേ. നമ്മളിതാ ദോശക്കല്ല് വാങ്ങാനായിട്ട് വന്നിക്കണം. ആയി പൊട്ടിക്കണത് അത് രേശി ഇതിലാക്കി വെക്കേണ്ടതാണെന്ന് വായിച്ചു പഠിക്കണം. നല്ലോണോ? പിന്നെ ഒരു വട്ടം ഉണ്ടാവും, വെയിറ്റ് ഉണ്ടാവും. എത്രയാ പോയിന്? അല്ല ഇതിന് എത്ര? ഇതിന് സന്തോഷം ഉണ്ടാക്കി തരാൻ ഉണ്ടാക്കി തരുമോ? മസാല ദോശ മിണ്ടാതിരിക്കും ചിലക്കാണ്ട്. മസാല ദോശ ഉണ്ടാക്കി തരുമോ? ഉണ്ടാക്കി തരുമോ? ആരെ വിളിക്കണേ? 100 ഇഡ്ഡലി പാത്രം വീട്ടിലുണ്ടായിരുന്നു. ഇഡ്ഡലി പാത്രത്തിനോടാ ആക്രാന്ത എൻ്റെ അമ്മയ്ക്ക്. കയറാൻ വയ്യാത്തോണ്ടേ എന്റെ കൊണ്ടുവരാൻ നോക്കട്ടെ കേട്ടാ. പോളി ഉണ്ടാവാറില്ലേ? മോള് എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, എനിക്ക് സന്തോഷമുള്ള എന്നെയല്ലേ കുഴപ്പമില്ല. നമ്മളിതാ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടല്ലേ. എന്നിട്ട് വടിയും പിടിച്ചിരിക്കണേ. പോല് പിടിച്ച ആരടിക്കാനാ? അടിച്ചോ. അടിക്കാനുള്ള വടിയാണ് എനിക്ക് ഗൈസ്. എൻ്റെ വീട്ടിൽ 8 കാലിയുണ്ട്. അപ്പോൾ 8 കാലിനെ ഓടിക്കാനായിട്ട് എൻ്റെ അമ്മ മേടിച്ചതാണ്. വിളക്ക് ഇനി പാത്രങ്ങൾ കൊടുത്തിട്ട് വിളക്ക് മേടിക്കണം. ഇനി അടുത്ത പാത്രങ്ങൾ കൊടുത്തിട്ട് വിളക്ക് വാങ്ങാനാണ് ഞങ്ങളുടെ ഉദ്ദേശം. അമ്മ ലാസ്റ്റ് അമ്മനെ കൊടുക്കും. അമ്മനെ കൊടുത്തപ്പോൾ അവിടെ വെച്ചിട്ട് ബുദ്ധിമുട്ട്. അമ്മേനെ കൊടുത്തപ്പോൾ പറഞ്ഞു, അവർ പറഞ്ഞു ഇനി അമ്മയ്ക്ക് 2 രൂപ കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ അമ്മനെ 2 രൂപയ്ക്ക് കാര്യം കഴിച്ചു. 5000 കിട്ടണേ പിന്നെ ഇപ്പം 2 രൂപയ്ക്ക് എന്താ കാര്യം? ദോശകല്ല് എന്തുണ്ടാക്കി ഞാൻ നോക്കി ആസ്വദിക്കണേ സ്വന്തമായിട്ട്. പല്ലില്ലാത്ത അമ്മ എന്താ ചെയ്യാ, ഓരോ പിള്ളേരുടെ ഫാഷനേ. അങ്ങനെ നമ്മളിതാ കുന്തൊക്കെ പിടിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. കുന്തം ശാരദ ബാക്കിൽ വരുന്നുണ്ട്. കണ്ണിൽ കുത്തട്ടെ. ഇങ്ങനെ ഒരു കുത്തുകുത്തിയൊക്കെ കഴിഞ്ഞ് തള്ളപ്പിടിയുടെ പണി. ഹൈ അനുഗ്രഹിക്കണോ നോമിനെ? വാല് തുറക്കാനായിട്ട് വാലിന്റെ താക്കോലില് എവിടെ വെക്കണേന്ന് പറഞ്ഞു നോക്കട്ടെ അമ്മേ. എന്തൊരു നിധി ഉണ്ടായിട്ട് ഇവിടെ വന്ന് തുറക്കാനല്ലേ. ഞാനിപ്പോൾ എനിക്ക് ത്രെഡ് ചെയ്യാൻ പോകണം. അതുപോലെ തന്നെ മുടി ഒന്ന് നരച്ച് താരേണ്ടതല്ല. അപ്പോൾ ഒന്ന് മുടി ഒന്ന് വാഷ് ചെയ്യണം. നമ്മുടെ സൗമീച്ചടിക്കാൻ പോകുന്നത്. എന്തിട്ട് നിലവിളക്കിന് നല്ല വില അതുകൊണ്ട് മാറ്റി വെച്ചപ്പോൾ സങ്കടമായി. ഇന്ന് ഈ കോലൊക്കെ ഒന്ന് പിടിക്കൂ അമ്മൂമ്മേ. അമ്മ കോലിലായിട്ട് പോയിക്കണു. നടക്കാൻ പറ്റില്ല തന്നെ. വടിമ വീഴും. ബൈ പറ. പോയി വന്നു. ബൈ. തിന്നാൻ മാത്രം പോരാ, മാറാല വടിക്കാനുള്ള വടിയും വേണം. ഞായറാഴ്ച നന്ദുവിന് പണിയാണ് മാറാല അടിക്കുക. പിന്നെ പുതിയ മാറാല വടി കിട്ടിയ ഒരു ഉന്മേഷമാണ് കേട്ടോ അമ്മയ്ക്ക്. ഇനി 2 ദിവസം കഴിഞ്ഞാൽ മാറാല വടി തൊടില്ലേ? സത്യല്ലേ? 8 കാലിനെ കളയാൻ പഠിക്കാം ആദ്യം. എന്ത് നോക്കി നോക്കിയേ, നല്ല വിലയുണ്ട്. അതെ ഇതിന്റെ ഉള്ളിലൊക്കെ ഇരിക്കുന്നു. അമ്മ തുടങ്ങിയിട്ടുണ്ട് പണിയെടുക്കുക. കൊനാര ബബ്ലൂജി പണിയെടുക്കുക. പിന്നെ ചുരുക്കി അടിക്കണെങ്കിൽ എല്ലാം അറിയാൻ പറ്റിയ ഹൈടെക്
ആരെ പഠിപ്പിച്ച നമ്മെ മിണ്ടാതിരിക്കോ. അപ്പൊ നമ്മളിതാ സ്പാ ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. സൗമ്യച്ചിന്റെ അടുത്ത് കണ്ടോ എന്നാണ്. നല്ലോണം എന്റെ തലയിൽ താരനുണ്ട്. അപ്പൊ ഒന്ന് സ്പാ ചെയ്തൊന്ന് കളയാന്ന് വിചാരിച്ചു. നമ്മൾ ചെയ്യട്ടെ കേട്ടോ. ചെയ്യാം. റെഡി? എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊരു നാണം. ഹായ് പറയോ? ആ നമ്മുടെ ബിഗ് ബോസ് സ്ഥിരം കാണുന്നത് ചേച്ചിയാണ് കേട്ടോ. ആരെ ബിഗ് ബോസിൽ ഇഷ്ടം? എന്നെയാണോ? എന്റെ അമ്മേ ഇഷ്ടം. ഞാൻ പറഞ്ഞു പറയിപ്പിച്ചല്ല കേട്ടോ. കാര്യമായിട്ടാണല്ലേ? എന്നെ ഇഷ്ടല്ലേ ചേച്ചി കേട്ടാ. അപ്പൊ ഗൈസ് ഇവരെന്നെ ബാർബർ ഷോപ്പിൽ വന്നിട്ട് ഇങ്ങനെ കെട്ടില്ല, അതുപോലെയൊക്കെ കെട്ടിയിട്ടുണ്ട്. എന്തിനാവോ ഞാൻ ക്ഷീണിച്ചു എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ഡയറ്റിലുണ്ട് ഗൈസ്. ഡയറ്റ് വണ്ണം വെച്ചെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ക്ഷീണിക്കാനുള്ള പ്ലാനിലാണ്. സൗമ്യച്ചില്ല കേട്ടോ ഇവിടെ. സൗമ്യച്ചി വീട്ടില മഞ്ചത്തിലിരിക്കണ പോലെ ഇരുന്നിട്ട് അഞ്ചേച്ചി തന്നെ നന്നായി താരണ്ടേ ചേച്ചി? ഉണ്ട് തോന്നുന്നു അല്ലേ? ചിരിക്കൂ, ക്യാമറയ്ക്ക് നോക്കി ചിരിക്കൂ. ഇവിടെ നോക്കി ചിരിക്കി. വൈജേച്ചി എന്താ ഇവിടെ നിങ്ങളുടെ ഓർണ? അയ്യോ ഓർണു. അങ്ങനെതാ ഷാമ്പു എന്തൊക്കെയോ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. സെറ്റ് ചെയ്തു. ഇനി വാഷ് ചെയ്യാൻ പോകണം നമ്മള്. അത് കഴിഞ്ഞിട്ട് ആണോ? കഴിഞ്ഞിട്ടില്ലേ എന്നപ്പോ അവർക്ക് പോലുണ്ടാവില്ല ഇത്. എനിക്ക് നെയിൽ പോളിഷ് ഇടാനുള്ള ഒരു വയൽ പബ്ലിക്കായാണ് കേട്ടോ. വേറെ തെറ്റിദ്ധരിക്കരുതേ. അയ്യോ, ഇടാനുള്ള ഒരു മോഹമായി ഞാൻ വീണ്ടും സൗമ്യശ്രദ്ധ എത്തിക്കാണ്. ഇത് ജെല്ലല്ല, ഇത് നോർമലാണ്. ജെല്ല് ഞാൻ ഒരു ദിവസം ഇട്ട എൻ്റെ ഒരു കയ്യിലിരിപ്പുണ്ടെങ്കിൽ ഞാൻ അത് എന്താക്കി പറിച്ച് കളഞ്ഞു. നല്ല ഷെയ്ഡല്ലേ? ഫോക്കസ് വരൂ. എൻ്റെ കാലുമേ ഒരു നല്ല ഷെയ്ഡ് ഇട്ടു. കയ്യുമ്പോൾ ഈ ഷെയ്ഡ് ഇട്ടു. ഏത് ഷെയ്ഡും? ഈ ഷെയ്ഡ്. അഞ്ചു ചേച്ചി മെസ്സേജ് ചെയ്യാൻ പോവാണ്. ചെയ്തോളൂ, മസാജ് കരോ. തായ് മസാജ് മറ്റേ സായിച്ചേരൻ പറഞ്ഞ സായിച്ചേരൻ തായ്ലൻഡിൽ പോയിട്ട് മസാജ് ചെയ്തിരുന്നു. ബാക്ക് മസാജ് ആണോ? ആണോ? സുവാസുനല്ല സുവന്നല്ല അല്ല. ഹൊയ് ഹൊയ് എന്താ ചിരിക്കണേ? ഔ പിടിച്ചാ മറന്നേ കൊല്ലോട് കൈ തന്നെ. ആ പ്രതികാരം തീർക്കാൻ തോന്നുന്നുണ്ട്. ഞാൻ ഒന്നും പറഞ്ഞില്ല അതിന്. എടാ മുഖത്തെ എക്സ്പ്രഷൻ നോക്കും. ഞാൻ സൂം ചെയ്ത് കാണിച്ചാരാട്ടാ. എന്ത് പെണ്ണുമ്പിളല്ലേ? ഞാൻ ഓഫ് ചെയ്യാൻ നല്ലത്. ഞാൻ എൻ്റെ താരനെ അഞ്ചേച്ചി ഓടിച്ചിട്ടുണ്ട് അല്ലേ? 21 ദിവസം എന്തൊക്കെ കേട്ടിട്ട് തലയിലേക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ അഞ്ചേച്ചി? സൗമ്യച്ചി നേരാണ് ടോണിക്ക്. അപ്പോൾ നിങ്ങൾക്ക് താരം പോണെങ്കിൽ നമ്മുടെ സൗമ്യച്ചിയുടെ പാർലറിലേക്ക് വന്നാൽ മതി. താരൻ പമ്പ് കിടക്കും. എന്തിനു ചേച്ചി അവിടെ കിടന്നിരിക്കണേ? അപ്പൊ സൗമ്യച്ചിയുടെ പാർലർ ചെമ്പൂക്കാവ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ. ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ ഞാൻ പറയണതാണ് അല്ലേ? ചെമ്പൂക്കാവില്. ഓടി വന്ന ഗൈസ്. നീ എൻ്റെ അമ്മേനെയും കൊണ്ട് ഇനി പുറത്തേക്ക് പോകണം. ജസ്റ്റ് ഒന്ന് പോട്ടെ കേട്ടോ. ഓക്കെ ബൈ. അതെ, ബിരിയാണി കഴിക്കാൻ വന്നേക്കാണ് കേട്ടോ നമ്മൾ. എന്താന്ന് സാധനം മേടിക്കാൻ പറയാൻ പറ്റില്ല ഫോണുള്ള കാരണം. അയ്യോ വെള്ളം നോക്കിയിരിക്കുന്ന ശാരദ. എന്താ ശാരദ? ഏയ് പിന്നെ ആര് നോക്കണേ? വെള്ളം ഒഴിക്കി. വെള്ളം ഒഴിച്ചോ. കന എൻ്റെ അമ്മങ്ങനെ ബിരിയാണി തട്ടുന്നുണ്ട്. പപ്പട അല്ല കഴിച്ചോ? അച്ചാറേ ടേസ്റ്റുണ്ടോ? അച്ചായ ഓക്കെ, നമുക്ക് ബിരിയാണി കഴിച്ചു നോക്കാം ഗൈസ്. നല്ല ബിരിയാണിയാണ്. അപ്പൊ ഗൈസ് നമ്മളിതാ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി. എവിടെ എന്താ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി നമ്മളിതാ വീട്ടിലെത്തി. അപ്പൊ ഇത്ര ഉള്ളൂ. ഇന്നൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ അല്ലമ്മേ? വാ പറ എന്താന്ന്? ബിരിയാണി എന്നിട്ട് വയ്യാണ്ടായിരുന്നു. ബിരിയാണി കഴിച്ചിട്ട് ശാരദയ്ക്ക് വയ്യാന്ന് ഗൈസ്. എന്റെ കൂടെ തട്ടി വിട്ടില്ലേ? ഞാൻ കുറച്ച് കഴിച്ചു. ഞാൻ ഇപ്പൊ ഡയറ്റ് ചെയ്യാൻ നടക്കുക വണ്ണം വെച്ച കാരണം. ഞാൻ കുറച്ച് കഴിച്ചുള്ളൂ. എന്റെ കൂടെ തട്ടി വിട്ടു. കട്ടിലടക്കണില്ല. ഓ അപ്പൊ ഇത്ര ഉള്ളു ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യും. മറ്റേത് പറഞ്ഞു. ബൈ ഗൈസ്. ബൈ.